കേരളത്തെ നടുക്കിയ വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2021 മാർച്ച് 21-ന് മകൾ വൈഗയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർപുഴയിൽ മൃതദേഹം ഉപേക്ഷിച്ചെന്ന കേസിലാണ് സനു മോഹനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവയ്ക്കൽ, ലഹരിക്ക് അടിമയാക്കൽ, ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. 2021 മാർച്ച് 22-നാണ് മുട്ടാർപുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ വൈഗ എന്ന 10 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തലേദിവസം രാത്രി സനുമോഹൻ ഭാര്യ രമ്യയെ ആലപ്പുഴയിലുള്ള ബന്ധുവീട്ടിൽ കൊണ്ടാക്കിയ ശേഷം മറ്റൊരു വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. മകളെയും ഒപ്പം കൂട്ടിയായിരുന്നു യാത്ര. രാത്രിയായിട്ടും തിരിച്ചെത്താത്തതോടെ സംശയം തോന്നി വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പിറ്റേ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം മുട്ടാർപുഴയിൽ കണ്ടെത്തുകയായിരുന്നു. പിതാവ് മകളെ കൊലപ്പെടുത്തി സംസ്ഥാനം വിട്ടതാണെന്ന സൂചന ലഭിക്കുകയും വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ സനുവിന്റെ കാർ കടന്നുപോയതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. 1 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ 2021 ഏപ്രിൽ 18-ന് കർണാടകയിലെ കാർവാറിൽ നിന്നാണ് പിടികൂടിയത്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന സനുമോഹൻ മകൾ ജീവിച്ചിരുന്നാൽ ബാധ്യതയാകുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് മകളെയും കൂട്ടി കൊച്ചി കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തിയ സനുമോഹൻ ഇവിടെ വെച്ചാണ് വൈകിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നാലെ മുട്ടാർപുഴയിൽ പാലത്തിലെത്തി മൃതദേഹം ഉപേക്ഷിച്ചു. തുടർന്ന് കാറുമായി സംസ്ഥാനം വിട്ട പ്രതി വാഹനം വിറ്റ ശേഷം കോയമ്പത്തൂർ, ഗോവ, മൂകാംബിക എന്നിവിടങ്ങളിലായാണ് ഒളിവിൽ കഴിഞ്ഞത്. പ്രതി വിറ്റ കാറും മകളുടെ ആഭരണങ്ങളും പോലീസ് സംഘം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്തു. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കർണാടകയിൽ നിന്നും കണ്ടുകിട്ടി. വൈഗ കൊലക്കേസിൽ 240 പേജുള്ള കുറ്റപത്രമാണ് തൃക്കാക്കര പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. സനുമോഹന്റെ ഭാര്യ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അപ്പാർട്ട്മെന്റിലെ താമസക്കാർ എന്നിവരടക്കം 300ഓളം സാക്ഷികൾ കേസിലുണ്ടായിരുന്നു. ഇതിനൊപ്പം 1200 പേജുള്ള കേസ് ഡയറിയും വിവിധ ശാസ്ത്രീയ തെളിവുകളും 700ഓളം തൊണ്ടിമുതലുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. 2017-ൽ മഹാരാഷ്ട്ര പോലീസ് രജിസ്റ്റർ ചെയ്ത 7 കോടി രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് സനു മോഹൻ. ഈ കേസിൽ പിന്നീട് മഹാരാഷ്ട്ര പോലീസും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു.